സർവേശ്വരായ മലയാളത്തിന്റെ ശ്രേഷ്ഠ കവി അർണോസ് പാതിരിയുടെ പാതയിലൂടെ ജഗത്പിതാവായ സർവേശ്വരനെ സ്തുതിച്ചുകൊണ്ട് പോർത്തൂസ് മലബാറിക്കൂസും കേരള ക്രൈസ്തവ പൈതൃകവും എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. ചരിത്രകാരനായ വൈറ്റ് ഹൗസിന്റെ നിരീക്ഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പ്രകാരം സസ്യലതാദികളുടെ വിത്ത്, പൂവ്, ഇല, തണ്ട് എന്നിവ കൊച്ചിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്നതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ആ വസ്തുതയാണ് സസ്യങ്ങളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള നാട്ടുവൈദ്യന്മാരും കത്തനാന്മാരും ശേഖരിച്ചു കൊണ്ടുവന്ന സസ്യലതാദികൾ ഫോർട്ട് കൊച്ചിയിലും പച്ചാളത്തും വരാപ്പുഴയിലും വച്ചു പിടിപ്പിച്ച് പരിപാലിച്ചു പോന്നു എന്നത്. ഫോർട്ട് കൊച്ചിയിൽ സസ്യലതാദികൾ വച്ചു പിടിപ്പിച്ച സ്ഥലം കോർത്ത എന്നും പിന്നീട് ഓടത്ത എന്നും അറിയപ്പെട്ടു. ഫോർട്ട് കൊച്ചി വെളിക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഓടത്തയുടെ ഭാഗം ആയുണ്ടായിരുന്ന മതിലിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഈ ദൗത്യത്തിൽ മത്തേവൂസ് പാതിരിയോടൊപ്പം സഹകരിച്ച നാട്ടുവൈദ്യന്മാരും ദ്രാവിഡ വൈദ്യന്മാരും ആതുര ചിന്താമണി വൈദ്യന്മാരും ആര്യവൈദ്യന്മാരും അഷ്ടവൈദ്യന്മാരും നിരവധിയാണ് എന്ന് നമുക്കറിയാം. അവരിൽ പ്രധാനികളാണ് ദ്രാവിഡ വൈദ്യനും ചേർത്തല കടപ്പുറത്ത് ചേകോർ വാർത്തക്കാരനുമായ കൊല്ലാടൻ ഇട്ടിയച്യുതൻ, കൊച്ചിയിലെ ഗൗഡസാരസ്വത അതായത് കൊങ്കണ ബ്രാഹ്മണ വൈദ്യന്മാരായ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ് എന്നിവർ. ഇവരെ എല്ലാവരെയും ഗവർണറോറായ വാൻറീദിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും വാൻറീദ് തന്നെയാണ്. പരിചയപ്പെടുത്തി കൊടുക്കുന്നതും തന്റെ ആത്മ സുഹൃത്തായ മത്തേവൂസ് പാതിരി തന്നെയാണ്. ഇവരിൽ ഇട്ടിയച്യുതൻ എന്ന വൈദ്യനെ സസ്യലതാദികളുടെ ഇല, പൂവ്, കായ്, വേര് എന്നിവ ശേഖരിച്ചു കൊണ്ടുവന്ന് വർഗീകരിച്ച് സൂക്ഷിക്കുവാനുള്ള സംഘത്തിന്റെ നേതാവായും മറ്റുള്ളവരെ സംഘാംഗങ്ങളായും വാൻറീദ് നിയമിക്കുകയുണ്ടായി. 21 എഴുത്തോലകളിലായി തന്റെ പൂർവികർ എഴുതി വച്ചിരുന്ന താളിയോല ഗ്രന്ഥവുമായിട്ടാണ് ഇട്ടിയച്യുതൻ മത്തേവൂസ് പാതിരിയുമായി വാൻറീദിനെ കാണുവാൻ വരുന്നത്. ഈ ലഘുഗ്രന്ഥം ഇട്ടിയച്യുതനെ കൊണ്ട് തന്നെ പാതിരി വാൻറീദിന് സമർപ്പിക്കുകയാണ്. ബ്രാഹ്മണർ, ശൂദ്രർ തുടങ്ങിയ സവർണ ജാതിക്കാർക്ക് വിശേഷാധികാരങ്ങളോട് കൂടിയ പദവികൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. ജാതിപരമായ അനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നവരെ നാടുവാഴിയുടെ ആജ്ഞപ്രകാരം ജാതി ഭ്രഷ്ട് കൽപ്പിച്ച് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ വിൽക്കുകയോ ബന്ധുജനങ്ങളായി കൊല്ലപ്പെടുകയോ ആയിരുന്നു അക്കാലത്തെ പതിവെന്ന് ശ്രീ എ. ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം പേജ് 265 സാക്ഷിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ജീർണതകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. ബ്രാഹ്മണർക്കും രാജാക്കന്മാർക്കും പട്ടുകോണകവും നായർ, ഈഴവർ തുടങ്ങിയ കീഴ്ജാതിക്കാർക്ക് കവിങ്ങിൻ പാളയുടെ ഉൾഭാഗത്തു നിന്നും ഉരിഞ്ഞെടുക്കുന്ന പാളത്തോല് കൊണ്ടുള്ള പാളത്താറ് അതായത് കുമ്പാള എന്ന കോണകവും ഉപയോഗിച്ച് ഗുഹ്യഭാഗം മറക്കുന്ന രീതിയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ആരോപണത്തിൽ കഴമ്പില്ല, ചരിത്രമാണിത്. താഴ്ന്ന ജാതിക്കാർക്കും
നായന്മാർ ഉൾപ്പെടെയുള്ള ശൂദ്രവർഗക്കാർക്കും ബ്രാഹ്മണ വർഗക്കാരായ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന കാലമായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ പലയിടത്തും കാണാൻ കഴിയും. ഇപ്രകാരം വരേണ്യവർഗത്തിന്റെ, അതായത് ചാതുർവർണ്ണ്യത്തിന്റെ നുഖത്തിന് കീഴിൽ നാണം മറക്കുവാൻ പോലും അവകാശമില്ലാതെ അമർന്നു കഴിഞ്ഞിരുന്ന ചേകോവർത്തത്തിൽ, അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് എത്തിക്കണമെന്ന ഉൾക്കാഴ്ചയോടെയാണ് ഇട്ടി അച്യുതൻ എന്ന ദ്രാവിഡ വൈദ്യനെ, അതായത് ഈഴവ വൈദ്യനെ മത്തേവൂസ് പാതിരി വാൻ റീതിനെ പരിചയപ്പെടുത്തുന്നതും കൂടെ കൂട്ടുന്നതും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള നമ്മുടെ പാരമ്പര്യ വേഷത്തെക്കുറിച്ച് സി കേശവൻ തന്റെ ആത്മകഥയായ ജീവിത സമരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ഒരു ഈഴവ സ്ത്രീ കാൽമുട്ടിന് താഴെ എത്തുന്ന മുണ്ട് ധരിച്ചതിന്റെ പേരിൽ നായന്മാർ അവരുടെ ഉടുമുണ്ട് അഴിപ്പിച്ചു. ആ കൃതിയുടെ 72-ാം പേജിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതം മാറിയ ചാന്നാട്ടികളുടെ വേഷം മിഷണറിമാർ പരിഷ്കരിച്ചു. നായർ സ്ത്രീകളെ പോലെ മേൽമുണ്ടും മറപ്പുമായി തീർന്നു. അത് നായന്മാർക്ക് രസിച്ചില്ല. അടിയായി, ലഹളയായി, സ്ത്രീകളുടെ തുണി ഊരലായി. സർക്കാർ കീഴ്നടപ്പിന്റെ പേരിൽ മേൽജാതിക്കാരുടെ വശം ചേർന്ന് ഏഴജാതിക്കാരുടെ മേൽമുണ്ട് അഴിപ്പിക്കാൻ കൂട്ടുനിന്നതായി ചരിത്രം പറയുന്നു. മാധവരായ ദിവാന്റെ കൽപ്പനകൾ പുറപ്പെടുകയാണ് പിന്നീട്. മുലമറച്ച് നടക്കാൻ അവകാശമുള്ള പെണ്ണുങ്ങളെ മറ്റു പെണ്ണുങ്ങൾ അനുകരിക്കരുതെന്ന്, അത് ചട്ടവിരുദ്ധമാണെന്ന് ഒക്കെ. പക്ഷേ നിയമലംഘനം പിന്നെയും തുടർന്നതായി കാണാം. മാറുമറച്ചതിന് മറ്റു ജാതിക്കാരുടെ തുണിയഴിപ്പിച്ച നായന്മാരുടെ സ്ഥിതി ഇതിലും കഷ്ടമായിരുന്നു എന്നത് മറ്റൊരു ചരിത്രം. അവർക്കും മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. റൗക്ക ധരിച്ച് ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ ഒരു നായർ സ്ത്രീയുടെ റൗക്ക വലിച്ചു കീറുകയും അതിനെ തുടർന്ന് നായർ സ്ത്രീകൾ റൗക്ക ധരിച്ച ക്ഷേത്രത്തിൽ കയറരുതെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്ത ഒരു പൈതൃകമാണ് കേരള സമൂഹത്തിലുള്ളത്. സാന്ദർഭികമായി ഇവ ഞാൻ കുറിച്ചെന്ന് മാത്രം. ഗോവൻ കൊങ്കണ വൈദ്യന്മാരായ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ് എന്നിവരെ തന്റെ കൂടെ കൂട്ടുന്നതിനും അവരെ വാൻരീതിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും പാതിരി ചില ലക്ഷ്യങ്ങൾ നേരത്തെ കുറിച്ചിട്ടിരുന്നു. അത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഗോവയിലെത്തിയ ഇതിനെയും ഈശോ സഭാ മിഷണറി വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ പ്രവർത്തനപരമായി ഗോവാക്കാർ കൂട്ടമായി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിനെയും തുടർന്ന് ഗോവയിൽ ഉണ്ടായിരുന്ന സ്വാരസ്യങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാർ സ്വന്തം കപ്പലുകളിൽ രക്ഷിച്ച് കേരളത്തിലെത്തിച്ച 360ഓളം ഗൗഡ സാരസ്വത കുടുംബങ്ങൾ കൊച്ചി രാജാവിന്റെ അനുവാദത്തോടെ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയതാണ്. ഇതോടെയാണ് കേരളത്തിലെ ഗൗഡ സാരസ്വതരുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഗോവക്കാരുടെ ഇടയിൽ ഏറെ പ്രചാരം നേടിയിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു മൻഹാനിങ്ടനം എന്നറിയപ്പെടുന്ന പച്ചമരുന്നുകളെ കുറിച്ചുള്ള താളിയോല ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെക്കുറിച്ചും ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും മത്തേവൂസ് പാതിരി ഗോവയിലെ തന്റെ പ്രവർത്തന കാലത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഈ മഹാനിഘണ്ടുവിൽ നിന്ന് ലഭിച്ച അറിവ് മുഴുവൻ തന്നെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം തയ്യാറാക്കിയ വിരുദാരിയും ഒറിയന്താലെ എന്ന ഗ്രന്ഥത്തിൽ മത്തേവൂസ് പാതിരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തപ്പെട്ട കൊച്ചിക്കാരായി മാറിയ ഗോവൻ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മനസ്സിൽ ഉണങ്ങാതെ കിടന്നിരുന്ന മുറിവ് ഉണക്കുക, അവരുടെ ചെടിയറിവുകൾ പൂർണ്ണമായി താനും വാൻരീതും ചേർന്ന് തയ്യാറാക്കുന്ന ഗ്രന്ഥത്തിലേക്ക് ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ വിഭാഗത്തിൽപ്പെട്ട 3 വൈദ്യന്മാരെയും പാതിരി കൂടെ കൂട്ടുന്നതും വാൻരീതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. മൻഹാനിങ്ടനം
എന്ന ദേവനാഗരി അഥവാ കൊങ്കിണി പദത്തിന്റെ അർത്ഥം മഹാനിഘണ്ടു ആണെന്നത് മറ്റൊരു അറിവാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുതയാണ് ഗോവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വൈദ്യഗ്രന്ഥമാണ് 420ഓളം ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ മഹാനിഘണ്ടു. ക്ഷേത്ര പൂജാതി കർമ്മങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ഈ 3 പേർ രോഗികൾക്ക് സൗജന്യ ചികിത്സയാണ് അക്കാലത്ത് നൽകിയിരുന്നത് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. കൊച്ചി രാജാവ് വീരകേരളവർമ്മയുടെ സഹായ സഹകരണങ്ങൾ വിവിധ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇവർക്ക് ലഭിച്ചിരുന്നതായി ഇവരുടെ തലമുറക്കാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 3 പേരിൽ പ്രായം കൊണ്ട് മൂത്തയാൾ വിനായക പണ്ഡിറ്റായിരുന്നു. പോർച്ചുഗീസ് ഭാഷ അറിയാമായിരുന്ന അദ്ദേഹം പാദ്രിയുടെയും വാൻഡ്രീസിന്റെയും സ്നേഹാദരങ്ങൾ പെട്ടെന്ന് തന്നെ പിടിച്ചുപറ്റി. ഇട്ടി അച്യുതന്റെ നേതൃത്വത്തിൽ മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരപ്പെട്ട ഔഷധ സസ്യങ്ങളുടെ മൂലഗുണം സംശോധന ചെയ്ത് രേഖപ്പെടുത്തുന്ന സംഘത്തിലേക്കാണ് ഇവർ ചേർക്കപ്പെട്ടത്. ഈ 4 പേരുടെയും സേവനങ്ങൾ ഗ്രന്ഥരചനയുടെ അവസാന പാദമായ 2 വർഷം മാത്രമാണ് ഉപയോഗപ്പെടുത്തിയത് എന്നത് മറ്റൊരു കാര്യം. അതായത് 1673, 1674 വർഷങ്ങളിൽ മാത്രമാണ് വാൻഡ്രീസും മത്തേവൂസ് പാദ്രിയും ഇവരുടെ സഹായങ്ങൾ തേടുന്നതും പ്രയോജനപ്പെടുത്തുന്നതുമെന്നാണ് സത്യം. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള തദ്ദേശീയരും വിദേശീയരുമായ 300-ൽ പരം പേരാണ് വാൻഡ്രീസിന്റെയും മത്തേവൂസ് പാദ്രിയുടെയും ശ്രമങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിച്ചിരുന്നത്. ഇവരിൽ ഇന്നാട്ടിലെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, നാടുവാഴികൾ ഉണ്ടായിരുന്നു, നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ചേർന്ന് ആണ് ഇതിന് വേണ്ട സസ്യങ്ങളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊച്ചിയിൽ എത്തിക്കുന്നു. ഇത് വാൻഡ്രീസ് തന്നെ തന്റെ ആമുഖ പ്രസ്താവനയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. കൊച്ചിക്കാരനും റോമൻ ക്രിസ്ത്യാനിയുമായ ഇമ്മാനുവൽ കർണയറോയും ഡച്ച് സർക്കാരിന്റെ കീഴിൽ സിവിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ക്രിസ്ത്യൻ ഹെർമൻ ഡി ഡോണപ്പും ഈ സസ്യശാസ്ത്ര നിർമ്മിതിയിൽ പങ്കാളികളായി പിന്നീട് വരുന്നു. ഇവരിൽ ഇമ്മാനുവൽ കർണയറോ പോർച്ചുഗീസ് ഭാഷാ പണ്ഡിതനും ഡച്ച് സർക്കാരിന്റെ കീഴിൽ ഔദ്യോഗിക ദ്വിഭാഷിയായി സേവനം ചെയ്യുന്ന അദ്ദേഹവുമാണ്. ക്രിസ്ത്യൻ ഹെർമൻ ഡി ഡോണപ്പ് ലത്തീൻ ഭാഷയിൽ അവഗാഹമുള്ള വ്യക്തിയായിരുന്നു. യഥാർത്ഥത്തിൽ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ കേരള ചരിത്രത്തിൽ മാത്രമല്ല ഭാരത ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആഞ്ഞു വീശിയ ചാട്ടവാറായിരുന്നു പോർത്തി ഇൻഡിച്ചി എന്ന് മത്തേവൂസ് പാദ്രി നാമകരണം ചെയ്തതും പിന്നീട് ആംസ്റ്റർഡാമിലെ എഡിറ്റോറിയൽ ബോർഡ് പോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന് പുനർനാമകരണം ചെയ്തതുമായ പോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ് എന്ന അക്കാദമീയ സംരംഭം. ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരായ 3 പേരും പഞ്ചമനായ ഒരു ഈഴവനും മ്ലേച്ഛജാതിക്കാരായ ആഠ്യവർഗക്കാരായ വരേണ്യവർഗം കണ്ടിരുന്ന, അതായത് ഒരു ഈഴവനുണ്ട്, മ്ലേച്ഛജാതിക്കാരായ ആഠ്യവർഗക്കാരായ വരേണ്യവർഗം കണ്ടിരുന്ന 2 വിദേശികളുണ്ട്. അതായത് ഒരു മിശ്ര വംശജനും അതിനകത്ത് കടന്നു വരുന്നു. അങ്ങനെ ഉള്ള ഒരു ആദ്യ യജ്ഞമായിരുന്നു ഈ സംരംഭം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനായ മാർപ്പാപ്പയും ആ സഭയുടെ ശത്രുനിരയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്ന ഡച്ച് കാൽവിനിസ്റ്റ് സഭയും തമ്മിലുള്ള പ്രഥമ നയതന്ത്ര സംരംഭമായിട്ടാണ് പോർത്തി ഇൻഡിച്ചിയെ ചരിത്രകാരന്മാർ വിലയിരുത്തുക. ഇപ്രകാരമുള്ള മഹത്വപൂർണമായ ഗ്രന്ഥാവലിയുടെ ആശ്രയ സ്രോതസ്സും മുഖ്യശില്പിയും ആധാരശിലയും മത്തേവൂസ് പാദ്രി തന്നെയെന്ന് ഹെൻറിക് വാൻഡ്രീസ് അടിവരയിട്ട് പല പ്രാവശ്യം പറയുന്നതും വിസ്മരിക്കാൻ ആവില്ല. ഗ്രന്ഥരചനയിൽ
ആദ്യപടിയായി തയ്യാറാക്കിയ കയ്യെഴുത്തു പ്രതിയിൽ ഉൾപ്പെട്ട കുറിപ്പുകളും ചെടികളുടെ ശാസ്ത്രീയ വിവരണങ്ങളും പരിശോധനയും അച്ചടിയും നടന്നത് നെതർലാൻഡിലെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് പുസ്തകങ്ങളുടെ മുഖചിത്രത്തിലെ ചെടിച്ചട്ടിയിൽ മുദ്രണം ചെയ്തിട്ടുള്ള പരസ്പര ബന്ധിതമായ രണ്ട് വളയങ്ങളെ പൗരസ്ത്യ പാശ്ചാത്യ സസ്യശാസ്ത്ര സമന്വയത്തിന്റെ വൈജ്ഞാനിക ചിഹ്നമായി ശാസ്ത്രലോകം കണക്കാക്കുന്നത്. 12 വോളിയങ്ങളിലൂടെ 791 സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഹോർത്തി ഇൻഡിച്ചിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവയിൽ 712 ചിത്രങ്ങൾ ഇരട്ട ഫോളിയോ, അതായത് 44 x 42 സെന്റിമീറ്റർ വലിപ്പത്തിലും ബാക്കിയുള്ളവ ഒറ്റ ഫോളിയോ വലിപ്പത്തിലുമാണ് ചേർത്തിരിക്കുന്നത് എന്ന് കാണാം. ഇവയുടെ എല്ലാം നക്കൽ തയ്യാറാക്കി ചെമ്പു തകിടിൽ ആലേഖനം ചെയ്തത് മത്തേവൂസ് പാതിരി ആണെന്നതാണ് ചരിത്രം. മരങ്ങളുടെ ഇലകളോടുകൂടിയ ശിഖരം, പൂക്കൾ, കായ്കൾ എന്നിവ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഓരോ ചെടിയുടെയും ഘടനാപരമായ സവിശേഷതകൾ വ്യക്തമാക്കുന്നതാണ് ഓരോ ചിത്രവും. കായ പൂർണ്ണമായും ഉൾഭാഗങ്ങളുടെ പ്രത്യേകതകൾ അറിയുന്നതിനായി വട്ടത്തിൽ മുറിച്ചു വെച്ചതും വരച്ചു ചേർത്തിരിക്കുന്നു. ഇതിൽ ഓരോ ചിത്രത്തിന്റെയും വശങ്ങളിലായി മലയാളം, ലത്തീൻ, അറബി, ദേവനാഗരി എന്ന കൊങ്കിണി, മലയാളം, അറബി എന്നീ ഭാഷകളിലായി സസ്യനാമങ്ങൾ നൽകിയിരിക്കുന്നതായി കാണാം. ഈ ചരിത്ര ഗ്രന്ഥാവലിയിൽ ചേർത്തിട്ടുള്ള 121 ചെടികളെ കുറിച്ച് ഔഷധ ഗുണമില്ലെന്നും പ്രത്യേക ഉപയോഗമില്ലെന്നും ഔഷധത്തിന് ഉപയോഗിക്കുന്നതിനെ പറ്റി അറിയില്ലെന്നും ഇവിടത്തെ വൈദ്യന്മാർ മരുന്നിനായി ഉപയോഗിക്കാറില്ല എന്നും ഒക്കെയാണ് കുറിച്ചിരിക്കുന്നത്. അത് 121 ചെടികളെ കുറിച്ചാണ്. വിവിധ തരം പരികൾ, അൾസർ, സന്ധിവാതം, ആർത്തവ സംബന്ധമായ തകരാറുകൾ, ഗുഹ്യരോഗങ്ങൾ, രക്താതിസാരം, കോളറ, പാണ്ഡുരോഗം, മലേറിയ, പാമ്പ് വിഷത്തിനുള്ള പ്രതിവിധി, തളർവാദം, ആസ്മ തുടങ്ങിയ 210ഓളം രോഗങ്ങൾക്കുള്ള 2789 ചികിത്സാ വിധികളും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും മലബാറിൽ നിലനിന്നിരുന്ന സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെക്കുറിച്ചും അന്നുണ്ടായിരുന്ന രോഗങ്ങളെക്കുറിച്ചും ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ചും ഹോർത്തി ഇൻഡിച്ചി നമ്മെ ബോധവൽക്കരിക്കുന്നു. അക്കാലത്തെ തലനാമങ്ങളെ സംബന്ധിച്ച വിവരങ്ങളും ഇതിൽ കാണാം. എറണാകുളം അഞ്ചിക്കൈമൽ ദേശമെന്നും, അമ്പഴക്കാട് അമ്പലക്കട്ടി എന്നും, ഉദയംപേരൂർ ഒടമ്പേറെ എന്നും, കണ്ണൂർ കനാനോയി എന്നും, കുടമാളൂർ കൊറേമാലെ എന്നും, തൃപ്പൂണിത്തുറ തീർപ്പൊട്ടാതെ എന്നും, ചേന്നമംഗലം ചേനോട്ടി എന്നും ഒക്കെ ആയിരുന്നു അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇപ്രകാരം കണ്ണൂർ മുതൽ, അതായത് കനാനോയി മുതൽ തിരുവിതാംകൂറിനെ അറിഞ്ഞിരുന്നത് തൂവൻ ടൂർ എന്നാണ്, 2A12 എന്നാണ്, വരെയുള്ള നാടുകളുടെയും പ്രദേശങ്ങളുടെയും സ്ഥലനാമങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഈ ശാസ്ത്ര ഗ്രന്ഥ നിർമ്മിതിക്ക് ആവശ്യമായ സസ്യശേഖരണം നടത്തിയത് കണ്ണൂരിനും തിരുവിതാംകൂറിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ നിന്നാകാമെന്ന്. വെള്ളത്തിൽ വളരുന്ന ചെടികളെ കുറിച്ചും ഈ ഗ്രന്ഥം നല്ലൊരു അറിവ് തരുന്നുണ്ട്. ലൈഡൻ സർവകലാശാലയിലെ സസ്യശാസ്ത്രജ്ഞൻ അർണോൾഡ് സെയ് ആണ് ഹോർത്തി ഇൻഡിച്ചി മലബാർച്ചിയുടെ 1-ാം വോളിയത്തിന്റെ പരിശോധന നടത്തിയത്. യോഹന്നസ് വാൻ സോമറിന്റെ വിധവയും യോഹന്നസ് വാൻ ഡൈക്കിന്റെ അനന്തരാവകാശിയും ഹെൻറിയും തിയോഡോർ ബൂമിന്റെ വിധവയും ആണ് ഈ 1-ാം വോളിയത്തിന്റെ ചെലവുകൾ വഹിക്കുന്നതായി കാണുന്നത്.
അത് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആംസ്റ്റർഡാമിലെ സസ്യശാസ്ത്രജ്ഞനായിരുന്ന യോഹാനസ് കമേലിയൂസ് ആണ് ഈ ഗ്രന്ഥങ്ങൾക്ക് ആവശ്യമായ വ്യാഖ്യാനങ്ങളും വിശദീകരണ കുറിപ്പുകളും തയ്യാറാക്കിയത്. 1678 ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച 1-ാം വാള്യത്തിന്റെ ആദ്യം ചേർത്തിരിക്കുന്നത് കൊച്ചിയിലെ ഡച്ച് ഗവർണറായ ഹെൻറി വാൻഡ്രീതും കൊച്ചിയിലെ പുരോഹിതനായ യോഹന്നാസ് കസേരിയസും ചേർന്ന് തയ്യാറാക്കിയ ഒരു സമർപ്പണ പത്രികയാണ്. ആ സമർപ്പണ പത്രിക ഇങ്ങനെ പോകുന്നു. അത് ഐക്യ ബെൽജിയത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള കിഴക്കൻ ഇന്ത്യയുടെ ഗവർണറും സർവ്വസൈന്യാധിപനുമായ യോഹാനസ് മെറ്റ്സ്യൂക്കറിനാണ് ഈ ആദ്യ ഗ്രന്ഥം അവർ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് അതിൽ പറയുന്നു. തുടർന്ന് കസേരിയൂസിന്റെ വായനക്കാരനുള്ള മുഖവുര, ഫോർവേഡ് ടു ദി റീഡർ ആണ് കാണുക. അത് കഴിഞ്ഞു വരുന്നത് മത്തേവൂസ് സാങ്ക്ത ജോസഫ് പാതിരിയുടെ മുഖവുരയാണ്. ആ മുഖവുരയിൽ പാതിരി എഴുതുന്നത് ഇപ്രകാരമാണ്: പ്രിയ വായനക്കാര, ഇതാ കോർത്തി ഇൻഡിച്ചി മലബാർച്ചി എന്ന ഗ്രന്ഥം താങ്കളുടെ കൈകളിൽ എത്തിയിരിക്കുന്നു. ഇതിന്റെ വിധാനത്തിൽ ഉത്കൃഷ്ടനും ഉദാരനുമായ റീഡിലെ ഹെൻറി പ്രഭു തന്നാൽ കഴിവുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതുപോലെ തന്നെ ജോൺ കസേരിയൂസ് പ്രഭുവും അങ്ങനെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് നാം സ്മരിക്കേണ്ടതാണ്. ഈ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഓരോ സത്യത്തെയും അതിസൂക്ഷ്മവും നിഷ്കൃഷ്ടവും അന്യൂനവുമായ ശ്രദ്ധ ചെലുത്തി വ്യക്തമാക്കുന്നതിനാണ് ഞാൻ ശ്രമിച്ചത്. അതുമാത്രമാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവരവരുടെ മുഖവുരകളിൽ നിന്നും വ്യക്തമാകും പോലെ ഈ കൃതിയുടെ രചനയിൽ എനിക്കും പങ്കുണ്ട്. സ്വപ്രയത്നത്താലും സ്വാനുഭവത്താലും ഞാൻ നേടിയ ചെടി അറിവുകൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്രകാരം ഞാൻ നൽകിയ സഹായം വഴി വ്യക്തമായതും കൃത്യമായതും ആയ ഒരു വിവരം തയ്യാറാക്കുന്നതിന് ആ പ്രഭുക്കൾക്ക് കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അവർ ആവശ്യപ്പെട്ടതിന് പോലെ സമ്പൂർണമായ ഒരു വിവരണം നൽകാൻ സഭാസംബന്ധിയായ ബഹുമുഖ കടമകൾ കാരണം എനിക്ക് സമയം കിട്ടുമായിരുന്നില്ല. ഈ ഗ്രന്ഥനിർമ്മിതിക്ക് തയ്യാറെടുക്കുമ്പോൾ ചെടി അറിവുകളെ കുറിച്ചുള്ള എൻ്റെ രചനകൾ അവരുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടു. ഈ കൃതി സമ്പൂർണമാക്കുന്നതിന് എൻ്റെ കൃതികളും അതിനോട് ചേർക്കുന്നതിന് അവർ തീരുമാനിക്കുകയും ചെയ്തു. ദീർഘകാല പരിചയം കൊണ്ട് ചെടികളെ പറ്റി ഞാൻ ശേഖരിച്ച അറിവായിരുന്നു ആ രചനകളുടെ ഉള്ളടക്കം. പൊതു നന്മയ്ക്കും ഇന്ത്യൻ സമുദായത്തിന്റെ ഉപയോഗത്തിനും വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള ഒരു തീരുമാനം അവർ എടുത്തത്. അങ്ങനെ എൻ്റെ പ്രയത്നങ്ങൾക്ക് അവർ വ്യക്തതയും പ്രചാരവും നൽകി. ഇതിൽ എന്നോടൊപ്പം ഏവരും ഏറ്റവും വിശ്വസ്തയോടെ സഹകരിച്ചു എന്നതിൽ സംശയമില്ല. ഈ ചെടികളുടെ ചിത്രങ്ങളും വിവരണങ്ങളും എൻ്റെ സ്നേഹിതരിൽ ചിലർ തുടർച്ചയായി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഡച്ചുകാരിൽ എന്നോട് കൂടുതൽ ആത്മബന്ധമുള്ള പ്രഗത്ഭ പണ്ഡിതനായ പ്രൊഫസർ ജേക്കബ് ഗോൾഡിൻസിനെയും ഒരു കാലത്ത് മൗണ്ട് ലെബനോനിലെ എൻ്റെ പുരോഹിതനും കർമ്മലീത്ത സഭയിലെ സെയിന്റ് ഏലിയാസ് പ്രവാചകന്റെ കീഴിലുള്ളയാളും സെന്റ് ലുഡോവിനായിലെ പുരോഹിതനുമായിരുന്ന ബ്രദർ സെലസ്റ്റിനെയും സഹായിക്കാൻ കഴിയാതിരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. അവരുടെ അപേക്ഷ നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കാത്തതിൽ ഞാൻ അന്ന് എത്ര മാത്രം ദുഃഖിച്ചുവോ അത്ര അധികമായി ഇന്ന് ഞാൻ ആനന്ദിക്കുന്നു. ചെടികളെ വിശേഷിച്ച് ഔഷധ സസ്യങ്ങളെ പഠിച്ചറിയുന്നതിൽ ചെലുത്തിയിരുന്ന ശ്രദ്ധ, ആ യജ്ഞം
തീർത്തും കൈവിടാഞ്ഞതിനെ പറ്റി തുടർന്നുള്ള വിവരണം ആവശ്യപ്പെടുന്ന അധ്വാനം ഭയന്ന് ഒഴിഞ്ഞു മാറാതെ പോർച്ചുഗീസ് മലബാർച്ചിയുടെ ശേഷിച്ച ഭാഗം കൂടി തുടർന്ന് അവർ പൂർത്തിയാക്കണമെന്നതൊഴിച്ച് എനിക്കിതിൽ വേറെ ആഗ്രഹങ്ങളൊന്നും തന്നെയില്ല. ക്രിസ്തുവിൽ ഏറ്റവും എളിയദാസൻ, ഇറ്റാലിയൻ കോൺഗ്രിഗേഷനിലെ കർമ്മലീത്ത നിഷ്പാദകനായ വിശുദ്ധ യൗസേപ്പിന്റെ മത്തായി സഹോദരൻ, കൊച്ചി നഗരം, 20 ഏപ്രിൽ 1675. പിന്നീട് ചേർത്തിരിക്കുന്നത് 3 സാക്ഷ്യപത്രങ്ങളാണ്. ഇവയിൽ ഒന്നാമത്തെ സാക്ഷ്യപത്രം കൊച്ചിയിലെ ഔദ്യോഗിക ദ്വിഭാഷി ഇമ്മാനുവൽ കർണയിറോ സ്വന്തം കൈപ്പടയിൽ ആര്യ എഴുത്തു ലിപിയിൽ എഴുതി ഒപ്പിട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ സാക്ഷ്യപത്രം കൊല്ലാട്ട് ഇട്ടിയച്യുതൻ വൈദ്യനു വേണ്ടി കോലെഴുത്ത് ലിപിയിൽ ഇമ്മാനുവൽ കർണയിറോ എഴുതി ഇട്ടിയച്യുതനാൽ ഒപ്പുചാർത്തപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത. ഇവയുടെ കൈയെഴുത്തുകൾ പരിശോധിച്ചപ്പോൾ, അത് പരിശോധനയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ, ആ കൈയെഴുത്തുകൾ പരിശോധിച്ച ഡോക്ടർ എൻ സാം സാറിനെ പോലുള്ളവർ തറപ്പിച്ച് പറയുന്നു, ആ എഴുത്തുകൾ രണ്ടും കർണയിറോ തന്നെ എഴുതിയതാണ് എന്ന്. ഇതിൽ നിന്നും ഇട്ടിയച്യുതൻ എന്ന കൊല്ലാട്ടു വൈദ്യന് വായിക്കാൻ അറിയാമെന്നല്ലാതെ എഴുത്തു വശമില്ലായിരുന്നു എന്ന് വ്യക്തമാകും. മൂന്നാമത്തേതും അവസാനത്തേതുമായ സാക്ഷ്യപത്രം രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് എന്നീ 3 പേരും ചേർന്ന് കൊങ്കണി ഭാഷയിലെ നാഗരലിപിയിൽ എഴുതിയിട്ടുള്ളതാണ്. വിനായക പണ്ഡിറ്റാണ് ഇത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. കൈയൊപ്പുകൾ 3 പേരും ഇട്ടിരിക്കുന്നു. ഈ 3 സാക്ഷ്യപത്രങ്ങളിൽ ആദ്യത്തെ 2 എണ്ണത്തിന് പോർച്ചുഗീസ് ഭാഷ്യം നൽകിയിരിക്കുന്നത് ദ്വിഭാഷിയായ മാനുവൽ കർണയിറോയും, മൂന്നാമത്തേതിന് പോർച്ചുഗീസ് പരിഭാഷ നൽകിയിരിക്കുന്നത് വിനായക് പണ്ഡിറ്റുമാണ് എന്ന് കാണാം. ഇവ 3ഉം പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊച്ചി നഗരത്തിലെ സിവിൽ സെക്രട്ടറിയും വാൻഡ്രീസിന്റെയും മത്തേവൂസ് പാദ്രിയുടെയും വിശ്വസ്തനുമായിരുന്ന ക്രിസ്ത്യൻ ഹെർമൻ ഡി ഡോണപ്പ് എന്ന ആളാണ്. മലയാളത്തിന്റെ ആദ്യകാല ലിപികളായ കോലെഴുത്തും ലിപിയും ആര്യ എഴുത്ത് ലിപിയും കൊങ്കണി ഭാഷയുടെ നാഗര ലിപിയും ചരിത്രത്തിൽ ആദ്യമായി അച്ചടി മഷി പുരളുന്നത് ഈ സചിത്ര ഗ്രന്ഥാവലിയിലാണെന്നത് ഇവയുടെ പ്രസക്തി കൂട്ടുന്ന ഒരു സംഭവമാണ്. ഒന്നാം വോള്യത്തിൽ ആകെ 52 സസ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുക. ഇവയിൽ 42 സസ്യങ്ങൾ ഔഷധ വീര്യമുള്ളതും ബാക്കി ഔഷധ വീര്യമില്ലാത്തവയുമാണ്. ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന ആദ്യ സസ്യം നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങാണ്. മലയാള ഭാഷയുടെ ശൈശവഘട്ടമായിരുന്ന കാലമായിരുന്നു അത്. അക്കാലത്ത് എന്ന ചന്ദ്രക്കല, അതായത് സമൃദ്ധോകാരം പ്രയോഗത്തിൽ ഇല്ലായിരുന്നു എന്നതിനാൽ തെങ്ങ എന്നാണ് തെങ്ങിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രന്ഥശ്രേണിയിലെ രണ്ടാമത്തെ വോള്യത്തിന്റെ ചെലവുകൾ വഹിച്ചത് ജോൺ വാൻ സോമറിന്റെ വിധവയും ജോൺ വാൻ ഡൈക്കിന്റെ അനന്തരാവകാശിയും ചേർന്നു. 1679 പ്രസിദ്ധീകൃതമായ ഈ പുസ്തകത്തിൽ ആദ്യം ചേർത്തിരിക്കുന്ന സസ്യം കൈതയാണ്. മൊത്തം 55 സസ്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ 45 സസ്യങ്ങളും ഔഷധികളാണ്. 1682 പ്രസിദ്ധീകൃതമായ മൂന്നാം വോള്യത്തിന്റെ ചെലവുകൾ ഏറ്റെടുത്ത് നടത്തിയത് ഒന്നാം വോള്യത്തിന്റെ ചെലവുകൾ വഹിച്ചവർ തന്നെയാണെന്ന് കാണാം. ഈ വോള്യം ഹെൻറിക് വാൻഡ്രീസ് സമർപ്പിച്ചിരിക്കുന്നത് പെരുമ്പടപ്പ് സ്വരൂപം, കുറൂർ നാട്, പടിഞ്ഞാറ്റെ, എളേടത്ത് സ്വരൂപം, കൊച്ചി മുതലായവയുടെ അതിശക്തനായ വിരോളൻ രാജാവിനാണ്. ഈ രാജാവാകട്ടെ
മലബാറിലെ പ്രഥമ പ്രഭുവും ഏറ്റവും ശക്തനുമായ തമ്പുരാനായിരുന്നുവെന്നും വാൻ റീഡ് സാക്ഷിക്കുന്നുണ്ട്. 3 പേജ് വരുന്ന ഈ സമർപ്പണ പത്രികയിലൂടെ അദ്ദേഹം ഇതെല്ലാം പറയുന്നുണ്ട്. സമർപ്പണ പത്രികയ്ക്ക് ശേഷം ഹെൻറി വാൻ റീഡ് ഡ്രാക്കസ്റ്റൈനിന്റെ വായനക്കാർക്കുള്ള ആമുഖമാണ്. ആ സചിത്ര ഗ്രന്ഥാവലിയുടെ വരിയെ കുറിച്ചും ഇവിടുത്തെ ബ്രാഹ്മണരെ കുറിച്ചും മലബാറിൽ ഉള്ളവരെ കുറിച്ചും അവരുടെ മതപരവും രാഷ്ട്രീയവുമായ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചും വിവരിക്കുന്ന 16 പേജ് വരുന്ന ഈ മുഖവുര കേരളത്തിലെ അക്കാലത്തെ ചരിത്രത്തിലേക്കുള്ള ഒരു രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ശ്രദ്ധേയമാണ്. അവസാനം കൊച്ചി രാജാവിന്റെ അധികാര പരിധിയിൽ ഇന്ത്യയിലെ വൃക്ഷലതാദികളെ കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചും അപാരജ്ഞാനമുള്ള ഒരു കർമ്മലീത്ത പാതിരി ഉണ്ടെന്ന് ഞാൻ അറിയും. വളരെ എളിമയോടെ ലളിത ജീവിതം നയിച്ചിരുന്ന ഏകദേശം 60 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു സന്യാസി വര്യനായിരുന്നു അദ്ദേഹം. കർമ്മലീത്ത സഭയിലെ പ്രധാന പുരോഹിതനായ അദ്ദേഹത്തിന്റെ പേര് മത്തേവൂസ് ആ സാങ്ക്ത ജോസഫ് എന്നാണ്. കുറെ കാലം അറേബ്യയിലും പേർഷ്യയിലുമായിരുന്ന അദ്ദേഹം മലബാറിലേക്ക് വരുന്നത് മലബാറിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ ആർച്ച് ബിഷപ്പിന്റെ പിന്തുടർച്ചാവകാശമുള്ള, അതായത് കോ അഡ്ജുത്തോർ ബിഷപ്പായിട്ടാണ്. കൊച്ചിയിലേക്ക് വരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആളെ അയച്ചപ്പോൾ ഏറെ ക്ലേശങ്ങൾ സഹിച്ച് അദ്ദേഹം എന്നെ വന്ന് കണ്ടു. മലബാറിലെ സസ്യലതാദികളെ കുറിച്ച് വിശദ വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള എല്ലാ സഹായവും അദ്ദേഹം എനിക്ക് ഉദാരപൂർവം വാഗ്ദാനം ചെയ്തു. ആ സമയത്ത് സ്വന്തം ഓർമ്മയിൽ നിന്ന് പേന ഉപയോഗിച്ച് വരച്ച ചില ചെടികളുടെ ചിത്രങ്ങൾ എന്നെ കാണിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓരോ ചെടിയുടെയും ഇല, പൂവ്, കായ് എന്നിങ്ങനെ ഉള്ള ചിത്രങ്ങളാണ് അവയുടെ ഔഷധ ഗുണങ്ങൾ അനുസരിച്ച് അദ്ദേഹം വരച്ചു തന്നത്. വളരെ ക്ഷമയോടെ അദ്ദേഹം നടത്തിയ ഈ പരിശ്രമം പിൽക്കാലത്ത് പലർക്കും ഉപകരിച്ചു എന്ന് കാണാം. ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി ജീവിതം നയിച്ചു വന്ന അദ്ദേഹം വളരെ ആത്മാർത്ഥമായും വിശ്വസ്തയോടും വിശ്രമമില്ലാതെയും ഞങ്ങളെ സഹായിച്ചു. ഫോർത്ത് ഇന്ത്യയുടെ പ്രഥമ സ്ഥാപകനും ഭൂതനും മാത്രമല്ല ഇതിന്റെ തുടർന്നുള്ള സ്ഥിരോത്സാഹിയായി ആയ പ്രബോധകനുമായ മത്തേവൂസ് പാതിരി ഉത്സാഹിയായ ഒരു കൃഷിക്കാരൻ കൂടിയാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പരിപാവനമായ സഭാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കിലായതിനാൽ അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം കൊച്ചി നഗരത്തിലെ സഭാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രമുഖനായ യോഹന്നാസ് കസേരീസിനോട് ഈ പ്രവൃത്തിയിൽ എന്നെ സഹായിക്കുവാൻ അഭ്യർത്ഥിച്ചു. പ്രകാരം ബഹുമുഖ പ്രതിഭാശാലിയായ കസേരിയൂസും ഈ ഗ്രന്ഥരചനയുടെ ഭാഗമായി തീർന്നു. വാൻ റീഡിനെ തുടർന്ന് പ്രശസ്തമായ യൂട്ടെച്ച് സർവകലാശാലയിലെ സസ്യശാസ്ത്ര പ്രൊഫസറായ യോഹന്നാസ് മുന്നിക്സിന്റെ അഭിവാദന ലേഖനമാണ് ചേർത്തിരിക്കുന്നത്. അവസാനമായി വായനക്കാർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം സസ്യശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം ആർജിച്ചിട്ടുള്ള യോഹന്നാസ് കമ്മേലിനിയൂസിൻ്റെതാണ്. കൊടപ്പന്ന അഥവാ മലബാറിലെ മലമ്പനയാണ് ഇതിൽ ആദ്യമായി ചേർത്തിരിക്കുന്നത്. 33 സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ 29 എണ്ണവും ഔഷധികളാണ്. 1683 പ്രസിദ്ധീകൃതമായ 4-ാം വോള്യത്തിന്റെ ചെലവുകൾ നിർവഹിച്ചത് 3-ാം വോള്യത്തിന്റെ ചെലവുകൾ നിർവഹിച്ചവർ തന്നെയാണ്. ട്വില്ലിലെയും സെറോസ്കർക്കനിയിലെയും
കുലീനനായ പ്രഭു ഡി ഹെൻറിക്കസ് ജോക്കോബാസിനാണ് ഈ വോള്യം സമർപ്പിക്കുന്നതായി വാൻ റീത് സമർപ്പണ പത്രികയിൽ പറയുന്നു. മാവോ അഥവാ മാവു അഥവാ മാങ്കാസ് ആണ് ആദ്യ സസ്യം. ഇതിൽ ചേർത്തിരിക്കുന്നത് 57 സസ്യങ്ങളാണ്. 50 എണ്ണം ഔഷധമൂല്യമുള്ളതും. 1685 ഇറക്കിയ 5ാം വോള്യത്തിന്റെ ചെലവുകൾ 4ാം വോള്യത്തിന്റെ ചെലവുകൾ ഏറ്റെടുത്തവർ തന്നെയാണ് വഹിക്കുന്നത്. യോഹന്നാസ് മുന്നിക്സിന്റെ സസ്യശാസ്ത്ര വായനക്കാർക്കുള്ള കത്തോടെ ആരംഭിക്കുന്ന ഇതിൽ രണ്ടാമത് ചേർത്തിരിക്കുന്ന വാൻ റീതിന്റെ ഒരു സമർപ്പണ പത്രികയാണ്. ഏറ്റവും വിശ്വസ്തനും കുലീനനുമായ ഡി ഗോഡാട്സ് അഡ്രിയാനൂസ് പ്രഭുവിനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത് ചേർത്തിരിക്കുന്നത് ചെറു സസ്യങ്ങളെ കുറിച്ചുള്ള യോഹന്നാസ് കമേലിനിയൂസിന്റെ അഭിവാദ്യ ലേഖനമാണ്. മയിൽ എള്ളിൽ ആരംഭിക്കുന്ന ഇതിൽ 46 ഔഷധികളെയും 16 അനൌഷധികളെയും ഉൾപ്പെടെ 62 സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുക. 1686 പ്രസിദ്ധീകരിക്കപ്പെട്ട 6ാം വോള്യം വാൻ റീത് സമാപിച്ചിരിക്കുന്നത് ഏറ്റവും വിശിഷ്ടനും പ്രഭുവുമായ DN വിൽഹെൽഡോ ഡി നിസോസൈക്കാണ്. തുടർന്ന് തിയോഡോറസ് സോണിയൂസ് അബ്ബ അൽബെനോവിന്റെ വായനക്കാരനുള്ള അഭിവാദ്യ ലേഖനം കൊടുത്തിരിക്കുന്നു. പിന്നീട് മംഗളകാരിയും വിശിഷ്ടനുമായ ഡി ഹെൻറിക്കസ് വാൻ റീതിനും മത്തേവൂസ് പാദ്രിക്കും മറ്റുമായി പ്രശസ്ത ഡോക്ടറായ തിയോഡോർ ജൻസോണിയൂസ് അൽമേലോവിൻ എഴുതി പ്രസിദ്ധീകരണത്തിനായി അയച്ചു കൊടുത്ത ഒരു കവിത ചേർത്തിരിക്കുന്നു. സെറ്റി മന്ദാരം എന്നതിൽ തുടങ്ങുന്ന സസ്യവിവരണത്തിൽ 54 സസ്യങ്ങളെയാണ് ഉൾച്ചേർത്തിരിക്കുന്നത്. ഇവയിൽ 40 ഔഷധ സസ്യങ്ങളാണ്. 1688 57 സസ്യങ്ങളുടെ വിവരണങ്ങളുമായിട്ടാണ് 7ാം വാല്യം ഇറങ്ങുന്നത്. വട്ടവള്ളി അതായത് നഞ്ചുംകായ വള്ളിയാണ് ആദ്യത്തെ സസ്യം. 1888 8ാം വോള്യം ഇറങ്ങുകയാണ്. 2 വോള്യങ്ങൾ അടുത്തടുത്ത് ഇറങ്ങുന്നു. ഇതിൽ വെള്ള ചൊരങ്ങ മുതൽ 48 സസ്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 32 എണ്ണം ഔഷധികളാണ്. 1689 ഇറങ്ങിയ 9ാം വോള്യം 94 സസ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുക. ചുവന്ന അരളിയിൽ തുടങ്ങുന്ന ഇതിൽ 76 ഔഷധികളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. 1690 94 സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളുമായി 10ാം വോള്യം ഇറങ്ങുന്നത്. 76 ഔഷധികളെ കുറിച്ച് പറയുന്ന ഈ ഭാഗം ജാസ്മിനിൽ നിന്നാണ് തുടങ്ങുന്നത്. 1692 പ്രസിദ്ധീകൃതമായ 11ാം വോള്യം 63 സസ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുക. 49 ഔഷധികളെ കുറിച്ച് പറയുന്ന ഈ ഭാഗം ആരംഭിക്കുന്നത് കപ്പച്ചക്കയിൽ നിന്നാണ്. ഈ കപ്പച്ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണാരച്ചക്കയാണ്. ഗ്രന്ഥാവലിയുടെ അവസാന ഭാഗമായ 12ാം വോള്യം ആഞ്ഞിലി മരവാടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. മരവാടുകളാണ് അതിൽ കൂടുതൽ പറയുന്നത്. 77 സസ്യങ്ങളാണ് അതിൽ വരുന്നത്. 57 ഔഷധ ഗുണങ്ങളുള്ളവയായി കാണുന്നു. അവസാനത്തെ 11, 12 വോളിയങ്ങൾ ഒഴിച്ച് മറ്റുള്ളവയിലെല്ലാം വാൻ റീതിന്റെ സമർപ്പണ പത്രികയും ആമുഖ കുറിപ്പുകളുമുണ്ട്. എന്നാൽ 11, 12 വോളിയങ്ങളിൽ അവ കാണുന്നില്ല. എന്തായിരുന്നു കാരണം? ഇതിന് കാരണം മറ്റൊന്നായിരുന്നു. 1691 ഡിസംബർ 15 അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ പരമ്പരയുടെ എഡിറ്ററും പ്രേരക ശക്തിയുമായ ഹെൻറിക് വാൻ റീതിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ബോംബെക്കടുത്തുള്ള സൂററ്റിലെ ഡച്ച് സെമിത്തേരിയിലാണ്. അതിന്നും അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രന്ഥാവലിയുടെ മുഖ്യ പ്രബോധകനും സംശോധകനും ഗ്രന്ഥകാരനുമായ മത്തേവൂസ് പാദ്രി എന്ന മത്തേവൂസ് ആ സാങ്ക്ത ജോസഫ് പാദ്രി 1691
ഡിസംബർ 30 കൊച്ചിയിൽ വെച്ച് തന്റെ 80-ാം വയസ്സിൽ ഈ ലോകവാസം വെടി നിത്യസമ്മാനത്തിനായി യാത്രയായി. താൻ സ്ഥാപിച്ച വരാപ്പുഴ പരിശുദ്ധ കർമ്മനാഥയുടെ ദേവാലയത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഈ 2 മരണങ്ങളിലൂടെ നാം മറ്റൊന്ന് കാണുന്നു. ആ 2 മഹത് വ്യക്തികളുടെ 30 വർഷം നീണ്ട ആത്മബന്ധത്തിന്റെ ആഴം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. ഒറ്റ മാസം 15 ദിവസത്തെ ഗ്യാപ്പിൽ 2 മരണം. ഈ മഹാശയന്മാരുടെ സ്മരണ ഇന്നലെയും ഇന്നും എന്നും നിലനിർത്തുന്നത് അവരാൽ സ്വാംശീകരിക്കപ്പെട്ട ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന ഹോർത്തൂസ് ഇൻഡിക്കൂസ് മലബാറിക്കൂസ് എന്ന പ്രസിദ്ധമായ കൃതിയാണെന്നത് മറ്റൊരു സവിശേഷത. മറ്റൊന്ന് പറയട്ടെ, ഈ ഫോർവേഡ് ടു ദി റീഡർ എന്ന ഭാഗം ഓരോ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുന്നത് ആരാണ്? ഗ്രന്ഥത്തിന്റെ രചയിതാക്കളല്ലേ? ആ വസ്തുത പോലും വിസ്മരിച്ചുകൊണ്ടാണ് മലയാളത്തിലെ ചില ഭാഷാ ഭിഷഗ്വരന്മാർ ഇന്ന് ആ ഗ്രന്ഥാവലിയുടെ കർത്തൃത്വം മറ്റു ചിലരിൽ ചാർത്തുന്നത് എന്നത് വേദനാജനകമായി. മലയാള സംസ്കൃതിക്ക് കളങ്കം ചാർത്തുന്ന അത്തരം ഹീനശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ നമുക്കാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചിയുടെ യഥാർത്ഥ രചയിതാവായ മത്തേവൂസ് പാദ്രിയുടെയും ആ കൃതിയുടെ നിർമ്മിതിയിൽ ചാലകശക്തിയായി വർത്തിച്ച ഹെൻറിക് വാൻ റീതിന്റെയും ഹരിതാപമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഹോർത്തൂസ് മലബാറിക്കൂസും കേരള ക്രൈസ്തവ പൈതൃകവും എന്ന പ്രബന്ധം ഇവിടെ ഞാൻ സമാഹരിക്കുന്നു. നന്ദി.